ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി കവർച്ച നടത്തിയത് രണ്ടാം ശ്രമത്തിലാണെന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. 14-ാം തീയതിക്ക് മുൻപും ബാങ്കിൽ കവർച്ച നടത്താൻ ശ്രമിച്ചതായി മൊഴി നൽകിയിരിക്കുന്നു. അന്ന് പോലീസ് ജീപ്പ് ബാങ്കിന് മുന്നിൽ കണ്ടതോടെ ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. അതേസമയം ഇദ്ദേഹം ഈ മോഷ്ടിച്ച പണം കടം വാങ്ങിയിരുന്ന ഒരാൾക്ക് 2,90,000 രൂപ നൽകിയിരുന്നു. അപ്പോൾ ഈ പ്രതി പിടിയിലായത് അറിഞ്ഞുകൊണ്ട് ഈ പണം കൈമാറിയ ആൾ കൂടി ഈ പണം ഡിവൈഎസ്പി ഓഫീസിലെത്തി കൈമാറിയിരിക്കുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. കെ അഖിൽ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, എന്തായാലും ആഡംബര ജീവിതത്തിന് വേണ്ടിയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മൊഴികൾ ഇദ്ദേഹത്തിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. കൃത്യമായ അതേ മൊഴിയിൽ തന്നെ ഇദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണോ ലഭിക്കുന്നത്? ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയായിരിക്കും അഖിൽ? ജിൽസി, വലിയൊരു കടമ്പ പോലീസ് മറികടന്നിരിക്കുന്നു. ഇനി മുൻപിലുള്ളത് പ്രതിയുമായി എത്തി തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. വീട്ടിൽ തെളിവെടുപ്പും അതോടൊപ്പം തന്നെ ബാങ്കിലടക്കം കൊണ്ടുപോയി തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഈ കത്തി, അതായത് ഈ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന് പറയുന്ന കത്തി ശേഖരിക്കേണ്ടതുണ്ട്. എന്തായാലും കോട്ടിനി കണ്ടെത്താൻ കഴിയില്ല, കാരണം അത് പ്രതി കത്തിച്ചിട്ടുണ്ടെങ്കിലും കോട്ടും ഗ്ലൗസൊക്കെ പ്രതി വീട്ടിലിട്ട് തന്നെ കത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഇത് ആദ്യ ശ്രമമായിരുന്നില്ല പ്രതിയുടെ, രണ്ടാമത്തെ ശ്രമമാണ് ലക്ഷ്യം കണ്ടതെന്നുള്ളതാണ്. ആദ്യം ഒരു ശ്രമം, അതായത് നിലവിൽ കവർച്ച നടത്തിയ ദിവസത്തിന് 4 ദിവസം മുമ്പ് ഒരു ശ്രമം പ്രതി നടത്തിയിരുന്നു. അന്ന് അവിടേക്ക് എത്തിയപ്പോൾ ഈ റൗണ്ട് ചുറ്റുന്ന പോലീസ് ജീപ്പ് കണ്ടു. അതോടുകൂടി പ്രതി ഈ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു, മടങ്ങുകയായിരുന്നു. പിന്നീട് 14-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് 2:12 ബാങ്കിനുള്ളിലേക്ക് കയറി പോകുന്നു. 3 മിനിറ്റിൽ താഴെ മാത്രം സമയമെടുത്തുകൊണ്ട് പ്രതി മോഷണം നടത്തി പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു എന്നതാണ്. ഒരുപാട് സമയം പോലീസിനെ ഇതിൽ വലച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നും തന്നെ, അതായത് 2 ദിവസം ഒന്നും ഒരു തരത്തിലും പ്രതിയിലേക്ക് എത്താൻ കഴിയാതെ പോലീസ് വലഞ്ഞു. എന്തിനാ ഈ പിടിക്കുന്ന ദിവസം ഉച്ചവരെ പോലീസ് ഈ പരിസരത്തൊക്കെ തന്നെ ചുറ്റിക്കറങ്ങി നടന്നു. എവിടെയാണ് എന്താണെന്നുള്ള സൂചന പോലും ലഭിച്ചില്ല. അവസാനമാണ് ഒടുവിൽ ഒരു CCTV ദൃശ്യം, ഒരു 3:20 പ്രതി ഇതുവഴി പാസ് ചെയ്ത് പോകുന്ന സമയം തൊട്ടടുത്ത വഴിയിലൂടെ പാസ് ചെയ്ത് വേഗത്തിൽ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ഒരു CCTV ദൃശ്യം പോലീസിൽ ലഭിച്ചു. അതാണ് ഏറെ നിർണായകമായത്. അതുവഴി കണ്ടെത്തി പ്രതിയിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. നമ്മളിപ്പോൾ ഈ പുറകിൽ കാണുന്ന ഈ വീട് വലിയ വീട് തന്നെയാണ്. 2.5 വർഷം മുമ്പാണ് പ്രതി ഈ വീട്ടിൽ എത്തുന്നത്. ഇവിടെ നിന്നുമാണ് പ്രതിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഇതിനുള്ളിലേക്ക് വെച്ച് ഏകദേശം 2 മണിക്കൂറുള്ള സമയം ഇതിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്തു. ഉള്ളിൽ നിന്നും ബണ്ടിലായിട്ട്, അതായത് പൊട്ടിക്കാത്ത ക്യാഷും കണ്ടെത്തിയിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം വരുന്ന രൂപയാണ് അത് കണ്ടെത്തിയത്. 2,94,000 രൂപ പ്രതി നേരത്തെ കടം വാങ്ങിയ ആൾക്ക് തിരികെ കൊടുത്തിരുന്നു. പക്ഷേ ആ പണവുമായി സംഘം ഇന്നലെ തന്നെ അവർ ഈ വാർത്തകളൊക്കെ അറിഞ്ഞ് തന്നെ ഭയപ്പെട്ട്, അപ്പോഴാണ് ഇവർ ഈ മോഷ്ടിച്ച പണമാണെന്നൊക്കെ അറിയുന്നത്. അതിൽ നിന്നും ടെൻഷനായി അവർ അപ്പോൾ തന്നെ ഈ 2,94,000 രൂപയുമായി ഡിവൈഎസ്പി ഓഫീസിൽ എത്തുകയും ചെയ്തിരുന്നു. അന്നനാട് സ്വദേശികളിൽ നിന്നുമാണ് ഈ പ്രതി ഇത്തരത്തിൽ ഈ പണം കടം കൊടുത്ത, അല്ലെങ്കിൽ കടം തിരികെ കൊടുത്ത അന്നനാട് സ്വദേശികൾക്കാണ്. അഖിൽ, ഈ കവർച്ച നടന്ന സമയത്ത് നമുക്കറിയാം ഈ ഹിന്ദി സംസാരിച്ചുകൊണ്ടായിരുന്നു ആ ബാങ്കിൽ കവർച്ച നടത്തിയതെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമമായിരുന്നു എന്നായിരിക്കണം പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്, അല്ലേ? അതെ ജിൽസി, അതായത് കൃത്യമായ ആസൂത്രണം പ്രതിക്ക് ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഒരു തരത്തിലും മുഖം കാണരുത് എന്നുള്ളതുകൊണ്ട് തന്നെ ഉള്ളിൽ മാസ്ക് ഇട്ട് അതിന് മുകളിലാണ്, അതായത് ഒരു സ്കാർഫൊക്കെ ധരിച്ച ശേഷം അതിന് മുകളിലാണ് പ്രതി ഹെൽമെറ്റ് ധരിച്ചിരുന്നത്, ഗ്ലൗസ് ഇട്ടിരുന്നു. ഒരു തരത്തിലും ലഭിക്കുന്നിരുന്നു. 3 തവണ വസ്ത്രം, അതായത് ബാങ്കിൽ എത്തുന്നതിന് മുമ്പ് ഈ ബനിയനെ കെട്ടി വന്ന ശേഷം മറ്റൊരു സ്ഥലത്തെത്തി കോട്ട് ധരിച്ച് ഇവിടേക്ക് എത്തുന്നു. പിന്നീട് പോകുന്ന വഴിക്ക് കോട്ട് ഊരിക്കളഞ്ഞു. അതിനുശേഷമുള്ള CCTVയിലൊക്കെ ഈ ബനിയനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴാണ് പോലീസ് ഈ ഷൂവിൽ, അതായത് ബനിയനിട്ട് പോകുന്ന ഒരു വണ്ടി ലഭിച്ചു, ഈ കോട്ടിട്ട് പോകുന്നു പിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈ ഷൂവിലെ നിറം പോലീസ് ലഭിക്കുക. അങ്ങനെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഹിന്ദി ബാങ്കിനുള്ളിൽ വെച്ച് പൈസ ദേതോ അങ്ങനെ ചില വാക്കുകൾ മാത്രമാണ് പറഞ്ഞത്. അത് കൃത്യമായി തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അതായത് ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഹിന്ദിക്കാരാണ് മോഷണം നടത്തിയത് എന്ന നിഗമനത്തിലേക്ക് പോലീസിന് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രതി ഉപയോഗിച്ച ആ എൻഡോർക്ക് ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ്, അതായത് നമ്പർ പ്ലേറ്റിൽ ഒരു ദ്വാരമിട്ട ശേഷം വേറൊരു നമ്പർ പ്ലേറ്റ് വെച്ചാണ് പ്രതി ഈ മോഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം. എന്തായാലും പ്രതിയെ കണ്ടെത്താൻ നിർണായകമായത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം പ്രതി ഈ അഖില, പുതിയ CCTV ദൃശ്യങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് വ്യക്തമാകുന്നത്? ആ CCTV ദൃശ്യങ്ങളിലേക്ക് കൂടെ അഖിൽ, അതായത് ആ വസ്ത്രം മാറിയ ശേഷം പോകുന്ന CCTV ദൃശ്യങ്ങളാണോ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്? അതായത് ഈ കൃത്യം നടത്തിയ ശേഷം പ്രതി മടങ്ങിപ്പോകുന്ന, അതായത് വർഷം മാറിയ ശേഷമാണ് പോകുന്നത്, ആ മടങ്ങിപ്പോകുന്ന CCTV, വീട്ടിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളാണ്. അതായത് ഇവിടുന്ന് മാറി നമ്മൾ നേരത്തെ നഗരസഭാ കൗൺസിലുണ്ട്, ആ കൗൺസിലിന്റെ വീടിനോട്
തൊട്ട് മുൻപുള്ള വീട്ടിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിലാണ് പ്രതി വളരെ വേഗത്തിൽ നമുക്ക് ആ ദൃശ്യം കാണാം. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ പ്രതി ആ ബൈക്കുമായി തന്നെ നീങ്ങിപ്പോകുന്നത് ആ ദൃശ്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഇന്നലെ മുതൽ തന്നെ പറയുന്ന സംഭവമുണ്ട്. അതായത് കൃത്യം നടത്തിയ ശേഷം ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അത് സ്വാധീകരിക്കുന്ന ഒരു CCTV ദൃശ്യം. അതായത് 3:20 കൂടിയാണ് പ്രതി അതുവഴി കടന്നുപോയിരിക്കുന്നത്. ആ നേരത്തുള്ള CCTV ദൃശ്യമാണ് പോലീസ് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി തന്നെ അതായത് ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് അധിക സമയം ഈ റോഡിലൂടെയൊക്കെ കറങ്ങി നടന്നാൽ പിടിക്കപ്പെടുമെന്ന് കൃത്യമായി പ്രതിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇട റോഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രതി വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിലേക്ക് നയിച്ചത്, അതായത് രസകരമായ കാര്യം, വളരെ സാമ്പത്തികമായി ഭാര്യയ്ക്ക് വിദേശത്താണ് ജോലി. ഈ കോവിഡിന് ശേഷമാണ് പ്രതി ഈ ജോലി നഷ്ടപ്പെട്ട് തിരികെ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ പക്ഷേ സാമ്പത്തികമായി ഭാര്യയുടെ പണമൊക്കെ കൃത്യമായി ചെലവിനൊക്കെ അയച്ചിരുന്നു. ഈ പുറകിൽ കാണുന്ന വീടുണ്ട്, ഇവർക്ക് സ്ഥലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പണമൊക്കെ തന്നെ പ്രതി ആർഭാട ജീവിതത്തിനും ദൂരത്തിനും നയിച്ചു. മദ്യപിച്ചുകൊണ്ട്, അതായത് മദ്യപാനത്തിനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് പോലീസ് പറയുന്നത്. വലിയ രീതിയിൽ തന്നെ മദ്യപിച്ചൊക്കെ തന്നെ പണം കളഞ്ഞു. അങ്ങനെ 40 ലക്ഷത്തിലധികം കടം വന്നു. അപ്പോൾ പെട്ടെന്ന് ഏറ്റവും നിർണായകത, ഈ ഭാര്യ അടുത്ത ഒരു മാസം ഏപ്രിൽ മാസത്തിൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഭാര്യയുടെ സ്വർണം പണയം വെച്ചിരുന്നു. അത് തിരികെ എടുത്തു കൊടുക്കേണ്ട, ഭാര്യ എത്തുമ്പോൾ തിരികെ എടുക്കേണ്ട. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ മോഷണം നടത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുഖമില്ലാത്ത പ്രതിക്ക് ഒടുവിൽ മുഖമായിരിക്കുന്നു. പോലീസ് ആ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസം, നിർണായകമായ ഒരു തീർച്ചയായിട്ടും കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ് ആ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത്. എന്തായാലും ഭാര്യ നാട്ടിലെത്താനിരിക്കെ ഭാര്യയുടെ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളൊക്കെ എടുക്കാനുള്ള തത്രപ്പാടിലാണ് ഈ ഒരു മോഷണം നടത്തിയതെന്നുള്ള വിവരങ്ങളാണ്. എന്തായാലും ഇനിയിപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് ആർഭാട ജീവിതം നയിക്കാമെന്നേ പറയാനുള്ളൂ. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൽ സംശയമില്ല.